മനസ്സു മുറിയും വാക്കു ചൊല്ലി വേർതിരിച്ചാലും കുറ്റവരെല്ലാം കുറ്റം നൽകി നിന്നെ വെടിഞ്ഞാലും എൻ കുഞ്ഞേ നീ ഏകനല്ല, ദൈവം നിന്നെ വെറുക്കില്ല. കുറ്റവരെല്ലാം കുറ്റം നൽകി നിന്നെ വെടിഞ്ഞാലും എൻ കുഞ്ഞേ നീ ഏകനല്ല, ദൈവം നിന്നെ വെറുക്കില്ല. മാതൃവേദി ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇന്ന് ഒരു നല്ല ഒരു ദിവസം ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും ചെയ്തു. അതിന് എനിക്കറിയാം നമ്മുടെ നേഷൻസിൻ്റെ വലിയൊരു നേതൃത്വമുണ്ട്. ഇവിടെ കൊറോണ മാതൃവേദി ഡയറക്ടറായതിനു ശേഷം ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഓർമ്മയൊക്കെ വളരെ തീഷ്ണതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയ ഒരു സമയമാണ്. അച്ഛൻ്റെ ഒരു വലിയ നേതൃത്വമാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. തലമുറകളുടെ അനുഗ്രഹം, ഇന്ന് തലമുറകളുടെ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക. നമ്മുടെ കുടുംബങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു കണക്കെടുപ്പ് നടത്തിക്കോ. അടുത്തൊരു 25-50 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഇടവകയിൽ നല്ലൊരു ശതമാനം വീടുകളിൽ ആരുണ്ടാവും. ഒരു സെൻസസ് എടുത്ത് നോക്കിക്കോ. ഹല്ലേലൂയ. പിന്നെ മക്കളുടെ പലായനം കൂടിയായി തീർന്നാലും വിദേശയാത്രയും കൂടിയായി കഴിഞ്ഞാൽ അത് ഇത് പൂർണ്ണം. ഹല്ലേലൂയ. അടച്ചുപൂട്ടൽ പൂർണ്ണം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം മക്കൾ ജനിക്കണം. പ്രിയപ്പെട്ടവരെ, മക്കൾ ദൈവത്തിന്റെ ദാനം. 127 സങ്കീർത്തനം, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. തിരുവിവാഹം, വിവാഹം എന്ന കുദാശയ്ക്ക് 3 ലക്ഷ്യങ്ങളാണുള്ളത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ദാമ്പത്യ സ്നേഹം, മക്കൾ, അവരുടെ വിദ്യാഭ്യാസം. ഹല്ലേലൂയ. പുറകിൽ നിന്ന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വായിക്കാൻ എനിക്ക് ശരിക്കും വായിക്കാൻ പറ്റുന്നത്. പുറകിലോട്ട് വന്നപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. ദാമ്പത്യ സ്നേഹം, മക്കൾ, അവരുടെ വിദ്യാഭ്യാസം. ആ മക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പൺനെസ് ടു ലൈഫ് എന്ന് പറഞ്ഞത് ജീവനിലേക്ക് തുറവിയുള്ളതായിരിക്കണം. ഓരോ ദാമ്പത്യ സംയോഗം ജീവനിലേക്ക് തുറവിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ഈ വിവാഹം എന്ന കുദാശയാണ് ദൈവം ഏറ്റവും ആദ്യം സ്ഥാപിച്ച കുദാശ ഏതാണ് പറഞ്ഞു. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ദൈവം ഏറ്റവും ആദ്യം സ്ഥാപിച്ച കുദാശ ഏതാണ്? കുർബാനയാണ് ഏറ്റവും ആദ്യം സ്ഥാപിച്ചത് ആണോ? അല്ല. ഏത് കുദാശ സ്ഥാപിച്ചത്? വിവാഹം എന്ന കുദാശയാണ് ഏറ്റവും സ്ഥാപിച്ചത്. ഇറ്റ് ഈസ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ഓൾ ദ 7 sacraments. കത്തോലിക്ക സഭയിലെ 7 കുദാശകളുടെ പ്രാരംഭ കുദാശയാണ് വിവാഹം. ഇറ്റ് ഈസ് ദ പ്രൈമോഡിയൽ സാക്രമെന്റ് എന്ന് പറയും. പ്രോട്ടോടൈപ്പ് ഓഫ് ഓൾ ദ 7 sacraments. ഹല്ലേലൂയ. ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടല്ലോ, ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പുസ്തകമല്ല, ഇത് വിവാഹത്തെ കുറിച്ചുള്ള പുസ്തകമാണ്. ദിസ് ബൈബിൾ ഈസ് അബൌട്ട് മാരേജ്. വിവാഹം. കത്തോലിക്ക സഭയിലെ വിവാഹം എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാവും. വിവാഹം മനസ്സിലായില്ലേ ഒന്നും മനസ്സിലാവില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ ഈശോയുടെ ആരാണ്? ഈശോയുടെ ആരാണ്? പല കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഈശോയുടെ ആരാണ്? മണവാട്ടിമാരാണ്. അവർ ഈശോയെ ഇപ്പോൾ തന്നെ മണവാളനായിട്ട് സ്വീകരിച്ചു. ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ മണവാളനായിട്ട് സ്വീകരിച്ചു. ഹല്ലേലൂയ. നമ്മളും ഈശോയെ മണവാളനായിട്ട് സ്വീകരിക്കും. എപ്പോഴാണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. രണ്ടുപേരുടെയും എൻഡ് പോയിന്റ് സെയിം ആണ്. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് വളഞ്ഞ വഴിക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും. കുഞ്ഞാടിന്റെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പോൾ വിവാഹം എന്ന കുദാശ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഉന്നതമായിട്ടുള്ളൊരു കുദാശയാണ്, പരിശുദ്ധമായിട്ടുള്ളൊരു കുദാശയാണ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ ഹോളി സാക്രമെന്റ്. അത് പരിശുദ്ധമായിട്ടുള്ളൊരു കുദാശയാണ്. ഈ കുദാശയുടെ മഹത്വം മനസ്സിലായാലും നമ്മുടെ ജീവിതം മാറും, നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. പരിശുദ്ധ ത്രിത്വത്തിന്റെ മനോഹരമായിട്ടുള്ള ചിത്രമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സ്ലൈഡ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വട്ടമേശ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ, അല്ലെ? അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹമാകുന്നു. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ
സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. അവര് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് യുഗങ്ങളായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക, യുഗാന്തരങ്ങളായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കപ്പിളിന് സ്നേഹിച്ചിട്ട് ബോറടി തോന്നിയെന്ന് അങ്ങനെ ഉള്ളവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഞങ്ങൾക്ക് എത്ര സ്നേഹിച്ചിട്ടും മതി വരുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കപ്പിൾ ഇവിടെ ഉണ്ടോ? ഞങ്ങൾക്ക് മതി വരുന്നില്ല, സ്നേഹിച്ച് കൊതി തീരുന്നില്ല. എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചിട്ട് മതി വരുന്നില്ല, അല്ലെങ്കിൽ കൊതി തീരാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? കൈപോക്കാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൈപോക്കാം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് തൊട്ടുമുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈപോക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു കൃപയുടെ തലമാണ്. ഹല്ലേലൂയ. അപ്പൊ അത് യുഗങ്ങളായിട്ട് എത്ര സ്നേഹിച്ചിട്ടും മതി വരാതെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അവരുടെ സ്നേഹം അവരിൽ നിന്ന് ഒരു നാൾ പുറത്തേക്ക് ഒഴുകി. അതാണ് സൃഷ്ടികർമ്മം. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് എന്നാണ് ദൈവശാസ്ത്രന്മാർ പറയുന്നത്. ഹല്ലേലൂയ. അവർ യുഗങ്ങളായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് സ്നേഹിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവ് പറയും ഞാൻ ആദ്യം സ്നേഹിക്കാന്ന് പറയും. അപ്പൊ പുത്രൻ പറയും ഞാൻ ആദ്യം സ്നേഹിക്കാന്ന് പറയും. അപ്പൊ പരിശുദ്ധാത്മാവ് പറയും ഞാൻ ആദ്യം സ്നേഹിക്കാന്ന് പറയും. അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി മത്സരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തെയാണ് നമ്മൾ കാണുന്നത്. ചില കാര്യങ്ങളിൽ വിചാരിക്കും അതൊക്കെ ഒരു വേണോ വേണ്ടയോ. പക്ഷെ ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോ ഇതൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയതാ. വിശുദ്ധ മത്തായി 10:8 ദാനമായി കിട്ടി, ദാനമായി നൽകി. അപ്പൊ ഈ ഒരു ബോധ്യമുണ്ട്. കാരണം ഇതൊരിക്കലും നമ്മൾ പഠിച്ചതോ ഒന്നുമല്ല. ഈശോ ഓരോ സമയത്ത് ഓരോ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോഴും കിട്ടുന്ന ബോധ്യങ്ങൾ അത്ര അധികം. കാരണം എന്താ, നമുക്കത് മക്കളോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലും ഒക്കെ നമ്മൾ സാക്ഷികളാവാനുള്ളത്. കാരണം ഞാൻ ഇവിടെ മൈക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ശുശ്രൂഷകളൊക്കെ കൂടുതലും ചെയ്യുന്നത്. പക്ഷെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു പരിപാടിയിലോ ഒരു സ്റ്റേജിലോ മൈക്ക് പോയിട്ട് ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല. കാരണം അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക്. പിന്നെ പണ്ട് സ്കൂളിലൊന്നും നമ്മൾ ഉന്തി തള്ളിയൊന്നും കയറ്റില്ല. അപ്പൊ മക്കളുടെ സ്കൂളിലൊക്കെ എല്ലാ 100 പിള്ളേരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സിന്റെ പ്രോഗ്രാമിന് 100 കുട്ടികളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റേജിലുണ്ടാവും. ഞങ്ങളുടെ മൂത്ത മോള് 12, 12, 8, 10 12, 10, 8, 5, 3, 1 ഇങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകളുടെ ഈ ക്ലാസ്സുകളിലൊക്കെയാണ്. മൂത്ത ആള് 12, ഏറ്റവും കുഞ്ഞത് 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും, ഏറ്റവും ചെറുത് 1ാം ക്ലാസ്സിലും. അപ്പൊ നമ്മുടെ ഒരു ജീവിതത്തിൽ മനസ്സിലായിട്ടുള്ള ദൈവം വളർത്തുന്നതാണ്. അതായത് ഈ ഒരു കൂദാശയിലൂടെ ഇത്ര പറഞ്ഞ പോലെ ഇത്രേ ഉള്ളൂ പറയാനായിട്ട്. നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അതൊരു മാരകമായിട്ടുള്ളൊരു ശക്തി. അപ്പൊ ഇത് പഠിപ്പിച്ച് തന്നാണ്. അതായത് അതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞു, വിശ്വാസമുള്ളവർ വേണം വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയുടെ അടുക്കുന്നത് പിടിച്ചു വാങ്ങും. ഇനി അഥവാ ഇച്ചിരി കുറവുണ്ടെങ്കിലും നമുക്കത് പിടിച്ചു വാങ്ങണം. കാരണം ഞങ്ങൾക്കൊരു ബോധ്യം കിട്ടുമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ ഇന്ന് എന്നെ ഈശോ ഒരു ഡോക്ടറായിട്ട് പീഡിയാട്രിഷ്യനായിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു. നല്ല റാങ്കോടുകൂടിയൊക്കെ എൻട്രൻസിന് പഠിക്കാനൊക്കെ ദൈവം അനുഗ്രഹിച്ചു. അതിശക്തമായ ഒരു ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ഞാനിങ്ങനെ ഓർക്കുമ്പോൾ ഗലാത്യ 1:15 ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തു, തന്നെ കൃപയാൽ അവിടെ നിന്ന് വിളിച്ചു. ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആനന്ദത്താൽ നിറയും. കാരണം നമ്മളെല്ലാം പ്രതീക്ഷയുള്ള ഒരു വിളിയുണ്ട്. ഞാൻ ഇന്ന് വിചാരിക്കും ഒരു സ്വപ്നം കാണുന്ന ഒരു സ്ഥിതിയല്ല. ഞാൻ അന്നൊന്നും ഡോക്ടർ പോലെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മളെല്ലാം കുറിച്ചൊരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അപ്പൊ ഈ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വേണം. എനിക്ക് ഇത്ര മതി സാരമില്ല. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മരിച്ച ചാർലി കർത്ത് എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കയിലെ ഒരു സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു ബ്രദറിന്റെ കാര്യം ഞങ്ങൾ വായിച്ച ഒരു വീഡിയോ ഞാനിങ്ങനെ കണ്ടു. ഈശോ കൈ വിരിച്ച് പിടിച്ച് നിൽക്കുന്നു, ചാർലി കർക്കിനെ ആലിംഗനം ചെയ്ത് ഓടിച്ചെന്ന് ഈശോ എനിക്ക് ഇന്നലെ രാത്രി അതിർന്നപ്പോൾ കൊതി വന്നു. ഞാനിങ്ങനെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ നമ്മളുടെ എല്ലാം നമ്മളിപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരായിരിക്കും, വീട്ടിൽ ഒരമ്മ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ആൾ വീട്ടിലെ അമ്മയാണ്. ഞാനായിരിക്കും പണ്ടെൻ്റെ ആൻറ്റിക്ക് പറയും, ജോലിക്ക് പോയിരുന്ന സമയത്ത് എങ്ങനെയാണാവോ ഇപ്പൊ വീട്ടിലിരിക്കാൻ തുടങ്ങിയോടുകൂടി ഒന്നിനും നേരമില്ല എന്ന് പറയും. ശരിയല്ലേ? എൻ്റെ അമ്മയൊക്കെ പറയുന്നത് ഒന്നിനും നേരമില്ല നമ്മ ജോലി ചെയ്തിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ പറയായിരുന്നു. അപ്പൊ ഞാൻ വരയ്ക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു ബോധ്യം വേണം. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഇന്ന് പോകുമ്പോഴത്തേക്ക് എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് നമ്മൾ ചിന്തിക്കണം.
എഫേസോസ് 2:10 പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ കരവേലയാണ്. ശരിയല്ലേ? നമ്മളെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഇല്ല. നാം കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സൽപ്രവർത്തികൾക്കായിട്ട് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ എന്തിനാ സൃഷ്ടിക്കപ്പെട്ടേക്കുന്നത്? നാം ചെയ്യാൻ വേണ്ടി, അല്ലേ? അപ്പൊ അതെങ്ങനെ അറിയും, അല്ലേ? ഈ ദിവസം ഈ സെപ്റ്റംബർ 13 2025 സെപ്റ്റംബർ 13 ക്ലാസ് എടുക്കാൻ തമ്പുരാൻ ഞങ്ങളെ മാത്രം സൃഷ്ടിച്ചുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഞാൻ ജനിക്കുമ്പോഴോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഞാൻ അപ്പൊ ഓടുമായിരുന്നു. അപ്പൊ ഞങ്ങളെ മാത്രം ദൈവമാക്കിയിരിക്കുന്നത്. അതിന് ഓരോ പടിപടിയായിട്ട് ഈശോ വളർത്തി. അതിൽ ഒത്തിരി സഹനങ്ങളും ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ 6 മക്കളെ സ്വീകരിക്കുന്നതിന് മുൻപ് ഒരു 10-15 വർഷം മുമ്പ് ആലോചിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞാൻ ആ വഴിയിൽ നിന്ന് പോകുമായിരുന്നു. കാരണം ഇതൊന്നും സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ നമ്മളെ ദൈവം വളർത്താൻ ആഗ്രഹിക്കുന്ന വഴികളാണ് ഓരോരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പം വിവാഹത്തിന്റെ ഞാൻ പഠിച്ച് MBBS ഒക്കെ കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ നല്ലൊരു വിശ്വാസം, എൻ്റെ വിശ്വാസം ആളെ കത്തിക്കുന്ന ഒരാളെ തരണേന്നായിരുന്നു. അപ്പൊ ഈശോ എനിക്ക് രജു എന്നേക്കാൾ വിശ്വാസത്തിൽ വളർന്ന ഒരു വ്യക്തിയായിരുന്നു. 19 വയസ്സ് മുതലൊക്കെ പ്രോ ലൈഫിന്റെ ക്ലാസ്സും പ്രീകാനിക്കൽ ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. അപ്പൊ ഞങ്ങളുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ രജുവിനോട് ചോദിച്ചു, രജു ഭാര്യ എന്ന നിലയിൽ രജു എന്താ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ രജു എന്നോട് പറഞ്ഞു, ഒന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാനൊന്നും പേടിച്ചില്ല. അങ്ങനെ പറയുമ്പോൾ ഒന്നും ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ രജു എന്നോട് പറഞ്ഞു, പൊന്നുപോലെ സ്നേഹിക്കാനാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാം, കേൾക്കാൻ സുഖമില്ലേ? ഇല്ലേ? അതായത് എൻ്റെ ചേട്ടനെ പൊന്നുപോലെ എനിക്ക് സ്നേഹിക്കണം, അല്ലെ എൻ്റെ മോളെ എനിക്ക് പൊന്നുപോലെ സ്നേഹിക്കാനാണ് എൻ്റെ കയ്യിൽ ഈശോ വെച്ച് തന്നിരിക്കുന്നത്. ഈ ഒരു അനുഭവം ഞാൻ എനിക്ക് അന്ന് മുതൽ ആ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ച് കൊണ്ടുവരണം. 1-2 ഞാൻ പ്ലാൻ ചെയ്ത ചോദ്യം രജു പ്ലാൻ ചെയ്ത ഉത്തരവല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പ്ലാനുണ്ട്. ഇന്നിവിടെ 19 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അന്ന് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ആക്ടിവിറ്റി, അതായത് നമ്മുടെ ഓരോ ദാമ്പത്യ ബന്ധത്തിലും പരിശുദ്ധാത്മാവിന് അങ്ങനെ പ്രവർത്തിക്കാനുണ്ട്. അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നിറവേറിയതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി. നമുക്ക് അത്ര ഒന്നും പറ്റില്ല, പക്ഷെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമുക്ക് ഈശോയുടെ സഹായിച്ച് കഴിയുമ്പോൾ ജീവിതം മാറി പോകും. അപ്പോൾ ഞങ്ങളുടെ അന്ന് തല്ലുപിടുത്തത്തിനൊന്നും കുറവുണ്ടായിരുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് തല്ലൊക്കെ പിടിക്കുമായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. രജു പക്ഷേ എന്നേക്കാൾ വളർന്ന വ്യക്തിയായിട്ട് ഞാൻ വേഗം തല്ല് പിടിക്കുമെങ്കിലും പെട്ടെന്ന് സോറി പറയുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ നല്ല പിടിക്കുകയായതുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവിനെ കൊണ്ട് സോറി പറയിക്കാൻ പറ്റുന്നത് എന്ന് വിചാരിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവിനെ മണ്ടി അതുകൊണ്ടല്ല, നിന്റെ ഭർത്താവ് കൂടുതൽ വളർന്ന വ്യക്തി ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ചൊരു തീരുമാനം വെച്ച് പറയുകയാണ്, എനിക്കറിയാം ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അപ്പം അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിലും ഈശോ ഓരോരോ ബോധ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൃപ. നമ്മളെപ്പോഴും ഈ സോറി പറയുന്നത് നമുക്കൊരു കൃപയായിട്ട് തരണമെങ്കിൽ വെച്ച് പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ക്ഷമ ചോദിക്കാനുള്ള കൃപ അത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി വളർത്തി. കാരണം ചെറിയ കാര്യങ്ങളാണ് എൻ്റെ ജീവിതം. ഇപ്പം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്ത് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിക്കുന്നത്. രജുവിന് അറിയാം ഞാനാണ് പെട്ടെന്ന് ഹേർട്ടാവുന്നത്. അപ്പം രജുവിന് അറിയാം സോണിയോട് എന്ത് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. എല്ലാ കൊച്ചു ഈ പിള്ളേർ പറയില്ല എൻ്റെ പെൻസിൽ എടുത്തു എൻ്റെ സ്കെയിൽ എടുത്തു എന്നൊക്കെ പറയും. ഞാൻ രജുവിനോട് പറയും, രജു എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ പെൻസിലും സ്കെയിലും റബ്ബറും പോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ. ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇതൊരു ABCD ലെവലാന്നൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തെ അതൊക്കെ ഒത്തിരി പ്ലസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യാൻ. എനിക്കിങ്ങനെ ചിന്തയുണ്ടായാലും എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നോട് പറയുന്നത് സോണിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. എൻ്റെ പേഷ്യൻസിനായിട്ടൊക്കെ ഞാൻ നന്നായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഡോക്ടേഴ്സ് മിണ്ടുന്നില്ലെന്നാണല്ലോ പൊതുവെ എല്ലാവരും പറയുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊടിപൂരം തിരക്കാൻ ഇന്ന് 50 പേരുണ്ടെങ്കിൽ ഇന്ന് 50 പേര് നോക്കിയത്, ഇന്ന് 200 പേരുണ്ടെങ്കിൽ ഇന്ന് 200 പേര് നോക്കണം. എന്നാലും അവർ പറയുന്നത് കേൾക്കാൻ എപ്പോഴും ഞാൻ ശ്രമിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് സഹിക്കുക, ഒരുമിച്ച് വളരുക. അപ്പൊ ഈ സ്വർഗം ആഗ്രഹിക്കുന്ന തലം അതായത് ഒരുമിച്ച് നമ്മൾ കണ്ടതുപോലെ ലയവും ഐക്യം യോജിപ്പും. അതേപോലെ എഫേസോസ് 5:31 പറയുന്നുണ്ട്, അവൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും.
അപ്പൊ അതായത് ഇപ്പൊ ഞങ്ങളുടെ 8 പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. ഈ 8 പേരെ ഞങ്ങളുടെ ഇടയിൽ വരാൻ സമ്മതിച്ചിട്ടില്ല. രജുവിന്റെ സോണിയുടെ ഇടയ്ക്ക് ഈശോ മാത്രമേ ഉള്ളൂ. അതിന്റെ 8 പിള്ളേരും അതിൻ്റെ ഔട്ടാണ്. പ്രോ ലൈഫാണ് സെഷനെങ്കിലും പ്രോ ലൈഫിലേക്ക് വരുന്ന ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണ്. ഈ ഒരു ബ്ലെസ്സിങ്ങിലേക്കാണ് നമ്മുടെ ഐക്യം, യോജിപ്പ്, ലയം. ഈ ഒരു യോജിപ്പിലേക്കാണ് തമ്പുരാന്റെ മുഴുവൻ ബ്ലെസ്സിങ് വരുന്നത്. ഫൗണ്ടേഷൻ ഇല്ലാണ്ട് വീട് കെട്ടിപ്പൊക്കാൻ പറ്റുമോ? ഈ ഒരു സ്നേഹത്തിലേക്കാണ് മക്കൾ വന്ന് ജനിക്കേണ്ടത്. ഞങ്ങളുടെ മൂത്ത മോള് മരിയ പറയും, നിങ്ങൾക്ക് ഇച്ചിരി സ്നേഹം കൂടുതലാണ്, ഇത്രയൊന്നും സ്നേഹിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ ഇപ്പൊ അവളോട് കഴിഞ്ഞ ദിവസം അവരുടെ ക്ലാസ്സിൽ പൊതുവായിട്ട് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ഞാൻ CMI അച്ഛന്മാരുടെ സ്കൂളാണ്. അപ്പൊ പിള്ളേരോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, എത്ര പേർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, സിസ്റ്റർ ആവാൻ അച്ഛനാവാൻ പോകുന്നൊക്കെ ചോദിച്ചു. അപ്പം ഇവർ കുറച്ച് പേരൊക്കെ കല്യാണം കഴിക്കണം ആഗ്രഹമുണ്ടെന്നൊന്ന് കൈവയ്ക്കും. അപ്പൊ അച്ഛൻ പറയായിരുന്നു, മറ്റത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവില്ല. സിസ്റ്റർ ആവാനും പോകണ്ട, അച്ഛനാവാനും പോകണ്ട, കല്യാണം കഴിക്കും. അപ്പൊ എല്ലാവർക്കും ഏകസ്ഥ ജീവിതം ഇഷ്ടം. അപ്പൊ മോള് ഞങ്ങളോട് പറയാറുണ്ട്, അമ്മ വിവാഹം കഴിക്കാനാണ് എനിക്ക് താല്പര്യം തോന്നുന്നത്. നിങ്ങളുടെ സ്നേഹം കണ്ട, നമ്മുടെ സ്നേഹം കണ്ട അപ്പനും അമ്മയും ഞങ്ങൾ പരസ്പരം ഓപ്പണായിട്ട്, ഇപ്പം കഴിഞ്ഞ ഒരു ദിവസം യാത്രയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഓപ്പണായിട്ടാണ് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നത്. അത് പാരൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, അവര് രഹസ്യമായിട്ടൊന്നല്ലേ. നമ്മുടെ മക്കൾ കാണും, അങ്ങനെ കാണാറുണ്ടോ? കാണണം അല്ലേ? ഇത് കാണാൻ പാടില്ലാത്തൊരു ബന്ധത്തിൽ ഞങ്ങളുടെ അവിടെ ഒരു പനമ്പള്ളി കോളേജുണ്ട്. ആ കോളേജിലുള്ള 2 പിള്ളേർ നടന്നു പോകുന്ന കണ്ടാൽ നമ്മൾ തന്നെ ദൈവമേ കല്യാണം കഴിച്ചവരൊക്കെ വരെ കണ്ടുപോകും. ശരിയല്ലേ? അപ്പൊ രജു എപ്പോഴും പറയാറുണ്ട്, ദൈവമേ ഭാഗമാണ്. ഒരു തമാശ പറഞ്ഞു, എനിക്ക് എൻ്റെ ലെഫ്റ്റ് കിഡ്നി അരഭാഗം റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഒരു ഇൻഫെക്ഷനൊക്കെ വന്നപ്പം 2022 പെസഹായുടെ അന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു പല ദിവസം. അപ്പോൾ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് എനിക്ക് എണീറ്റ് നടക്കാൻ തന്നെ പാടില്ലായിരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് രജു എൻ്റെ അടുത്ത് വന്ന്, മോളെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ചപ്പോൾ എനിക്ക് അത്ര വയ്യ, എന്നാലും പെസഹായുടെ അന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ കൈ പിടിച്ച് നടക്കുന്നു, പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം രജുവിന് എന്തോ കുഴപ്പമുണ്ട്, രജു ഞൊണ്ടി നടക്കുന്നു. അപ്പൊ അതായത് ദമ്പതികൾ കൈപിടിച്ചാൽ അതിന് എത്ര ഉത്തരം. അന്ന് ആ പനമ്പള്ളി കോളേജിലൂടെ നടക്കുന്ന ആരെങ്കിലും കൈപിടിച്ചാൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഒരാൾക്കും പ്രശ്നമില്ല, അവരൊക്കെ ന്യൂജന. എനിക്ക് ദൈവം തന്നേക്കുന്നത് എനിക്ക് മാത്രമായിട്ട് എൻ്റെ രജുവാണ്. എനിക്ക് യേശു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാത്രമായിട്ടുള്ളത് എൻ്റെ രജുവാണ്. സോണിയ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ മക്കളുടെ ഫാമിലി ആവാനൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുഞ്ഞിത് പറയും, ചെറുത് പറയും, അമ്മയപ്പരത്തെ പിന്നെ ഒരുപോലെയുള്ള ഉടുപ്പിട്ടിട്ടുള്ളൂ. അപ്പൊ ഇവർ ഞങ്ങള് ഒരേപോലത്തെ ഇടുമ്പോഴത്തേക്ക് പിന്നേന്തേ അവർ പോയിട്ട് വന്നു, പിന്നേന്തേ അവർ ക്രീം ഇട്ട് വന്നു. അപ്പൊ പിള്ളേർക്ക് അത് അവരിങ്ങനെ പറയെങ്കിലും നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല, അവർ കാണണം നമ്മുടെ സ്നേഹവും ഐക്യവും. അത് പ്രകടിപ്പിക്കാൻ ഞാൻ പറയട്ടെ, നേരത്തെ ചോദിച്ച പോലെ നമുക്ക് ബോറടിക്കുമോ എന്ന് ഞാൻ പണ്ടിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു മാജിക് ഉണ്ടല്ലോ, ഒന്നും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ എന്താ കാര്യം എന്നറിയോ? എന്താ കാര്യം? പാപം വരുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ചൊറിച്ചിൽ കൂടുക. എന്ന് വെച്ചാൽ തല്ലൊന്നും പിടിക്കുന്നില്ല എന്നല്ല ഇതർത്ഥം. ഇച്ചിരി തല്ലുപിടുത്തം, അതായത് വെച്ച് പറയുന്നത് സോണിക്ക് പെട്ടെന്നൊരു ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവിടെ മറ്റവർ കയറി പണിയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെയൊക്കെ ഒന്ന് കഴുകി വെടിപ്പാക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. കുഴിക്കാട്ടുശ്ശേരിയില് ഡോക്ടർ ഫിറ്റോ, ഞാൻ ആ ഫാമിലിയുടെ ഫോട്ടോ നിങ്ങൾ കാണിച്ചു തരാം. 9ാമത്തെ സിസേറിയൻ ചെയ്തിട്ടുണ്ട്. യൂട്രസ് ഇപ്പോഴും പൊട്ടിത്തെറിച്ചൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പൊ അതൊരു നുണയാണ്, യൂട്രസ് പൊട്ടിത്തെറിച്ചൊന്നും പോയില്ല. അപ്പോ പ്രസവം നിർത്തുന്നത് 5ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപമാണ്. നമ്മുടെ ശരീരത്തിൽ വേറെ ഏത് അവയവമാണ് നമ്മളിങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? അണ്ടവാഹിനിക്കുള്ളിലല്ലാതെ. ജെറമിയ 2:13 പറയുന്ന, എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിന്റെ ഉറവായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. സഭയുടെ പ്രബോധനം 1930 11ാം പിയസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്കലേഖനമാണ് കാസ്തി കോണുബി എന്ന് പറഞ്ഞ ചാക്കലേഖനത്തിലും, അതുപോലെ 1968 പോളാറമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്കലേഖനമാണ് ഹ്യൂമാനെ വീത്തെ. വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്, പ്രസവം നിർത്തുന്നത് ഗൗരവ മാരകമായിട്ടുള്ള പാപമാണ്. ഇറ്റ് ഈസ് എ ഗ്രേവ് ആൻഡ് മോർട്ടൽ സിൻ. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഓക്കെ. അപ്പം അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഗർഭചിത്രം കൊലപാതകമാണ്, പിടിക്കപ്പെട്ട പാപമാണ്, വലിയ മഹറൂൺ ശിക്ഷയാണ് ഗർഭചിത്രത്തിന്. വലിയ മഹറൂൺ ശിക്ഷ എന്ന് പറഞ്ഞാല് ചെറിയ മഹറൂൺ ശിക്ഷ എന്താണെന്നറിയാം?
ചെറിയ മഹറോൻ ശിക്ഷ എന്ന് പറഞ്ഞാൽ രൂപത മെത്രാൻ കൽപ്പന പുറപ്പെടുവിച്ച് ഇന്ന വ്യക്തിയെ സഭയിൽ നിന്ന് പുറത്താക്കുന്നതാണ് ചെറിയ മഹറോൻ ശിക്ഷ. അപ്പൊ എന്തുകൊണ്ടാണ് ഗർഭചിത്രത്തിന് വലിയ മഹറോൻ ശിക്ഷ എന്ന് വെച്ചാൽ അത് വളരെ ഗൗരവമായിട്ടുള്ള പാപമാണ്. ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പാപമാണ് അബോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട, ഇത് കർത്താവ് കുരിശിൽ ഇതിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. സഭയുടെ ആദിമ നൂറ്റാണ്ടുകളിൽ മാർപ്പാപ്പയ്ക്ക് മാത്രമേ ഈ പാപം മോചിക്കാൻ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കേരളത്തിൽ ഒരാൾ അബോർഷൻ ചെയ്താൽ അയാൾ കപ്പൽ കയറിയിട്ട് വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയുടെ അടുത്ത് സംസാരിക്കണം. ഒന്ന് ആലോചിച്ചുകൊണ്ട് പിന്നീടുള്ള നൂറ്റാണ്ടുകൾ വന്നപ്പോൾ അത് എല്ലാ മെത്രാന്മാർക്കും ഈ അധികാരം മാർപ്പാപ്പ കൊടുത്തു. പിന്നീട് ഫെറോന വികാരിമാർക്ക് ഈ അധികാരം കൊടുത്തു. ധ്യാനത്തിന്റെ അവസരങ്ങളിൽ ഇടവകയിലൊക്കെ ധ്യാനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം നടക്കുമ്പോൾ ധ്യാന ഗുരുക്കന്മാർക്ക് ഈ പാപം മോചിക്കാനുള്ള അധികാരം കൊടുത്തു. ഇത് കാന നിയമത്തിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കരുണയുടെ വർഷത്തിൽ 2016 മുതൽ കരുണയുടെ വർഷം 2016 കരുണയുടെ വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പാപം മോചിക്കാനുള്ള അധികാരം എല്ലാ വൈദികർക്കും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് അച്ഛൻ്റെ അടുത്ത് വേണമെങ്കിലും പോയിട്ട് സംസാരിക്കും. ഇനി അബോർഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന MTP മാത്രമല്ല, സ്ത്രീകൾ കഴിക്കുന്ന ഗർഭനിരോധന ഗുളികകൾ പലപ്പോഴും അബോർഷൻ നടത്താം. കാരണം ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാതെ കുഞ്ഞിനെ പുറത്തേക്കിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുപോലെ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് പറഞ്ഞാൽ അതൊരു അബോർഷൻ ഗുളികയാണ്. സ്ത്രീകളിട്ട് യൂട്രസിലിടുന്ന കോപ്പർട്ടി ശരിക്കും ഒരു ഗർഭചിത്ര മാർഗമാണ്. കോപ്പർട്ടി ഒരു സ്ത്രീ 1 വർഷം കോപ്പർട്ടി ഇട്ടാലും 12 അബോർഷൻ വരെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കോപ്പർട്ടി എന്ന് പറയുന്നത് ഗർഭചിത്ര മാർഗമല്ല, ഗർഭനിരോധന മാർഗമല്ല, ശരിക്കും ഗർഭചിത്ര മാർഗമാണ് കേട്ടോ. അപ്പൊ കോപ്പർട്ടി ഇട്ടിട്ടുള്ളവർ എന്ത് ചെയ്യണം? 1 അതെടുത്ത് കളയണം, 2 പോയിട്ട് കുമ്പസാരിക്കണം. ഹല്ലേലൂയ കേട്ടോ. അപ്പൊ ഇതൊക്കെ സഭയുടെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? IVF എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് കൃത്രിമമായ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കും. കൃത്രിമമായ രീതിയിൽ കുഞ്ഞുങ്ങൾ ജന്മം കൊടുക്കുമ്പോൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ഇത് ചെയ്യുമ്പോൾ ഒരു കപ്പിളിൻ്റെ 5-6 കുട്ടികളെ സൃഷ്ടിക്കും. എന്നിട്ട് അതിൽ 2-3 എണ്ണത്തിനെ എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കും. എംബ്രിയോ ഫ്രീസിംഗ് എന്ന് പറയും. 3-4 എണ്ണത്തിനെ യൂട്രസിനകത്തിടും. ഇനി അതിൽ വളർച്ചയെത്താത്ത കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയും. എംബ്രിയോ റിഡക്ഷൻ എന്ന് പറയും, അബോർഷനാണ്. 1-2 കുട്ടികളെ മാത്രം ബാക്കി വെക്കും. ആ കുഞ്ഞുങ്ങളെ അമ്മ പ്രസവിക്കും. അങ്ങനെയാണ് സാധാരണ ഇപ്പോഴത്തെ രീതി. അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ നശിപ്പിക്കും, വളർച്ചയെത്താത്ത കുഞ്ഞുങ്ങളെ നശിപ്പിക്കും. അപ്പോൾ ഒരു കപ്പിളിന് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നു. മാത്രമല്ല അവരെ നശിപ്പിച്ച് കളയുന്നു. അതിൽ കുറേ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ ലബോറട്ടറിയിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക, ഫ്രിഡ്ജിൽ. ഇതിന് ആര് സമാധാനം പറയും? അങ്ങനെ ലോകത്തിലുള്ള ഈ IVF ക്ലിനിക്കുകളിലെല്ലാം കൂടെ കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഇതൊരു വലിയ ഗുരുതരമായ ധാർമ്മിക പ്രശ്നമാണ്. ഇനി ഈ IVF ചെയ്യാനായിട്ട് ഉള്ള പ്രോസസ്സിൽ അമ്മയ്ക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ അമ്മയുടെ അണ്ടം റിട്രീവ് ചെയ്യണം. ആ അണ്ടം റിട്രീവ് ചെയ്യാനായിട്ട് ഉള്ള ആ പ്രോസസ്സ് തന്നെ അമ്മയ്ക്ക് ക്യാൻസർ വരുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാങ്കേതിക വശങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഈ ഒരു സമയം ഞങ്ങൾക്കായിട്ട് ഒരുക്കി തന്ന നിലേഷ് അച്ഛനും അതുപോലെ സിസ്റ്ററിനും ഇത് മാതൃവേദിയുടെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു തുടക്കമാകട്ടെ, ഇത് അവസാനിക്കുന്നില്ല. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കമാണ്. നമ്മൾ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് CCC പുതിയതായിട്ട് വാങ്ങും. നമ്മൾ UCAT വാങ്ങും. നമ്മൾ വചനം പഠിക്കും, ധ്യാനമൊക്കെ കൂടും. വർഷത്തിലൊരിക്കലും ഒരു നവീകരണ ധ്യാനെങ്കിലും നമ്മൾ കൂടണം. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് സന്ധ്യയ്ക്ക് ദൈവത്തെ ആരാധിക്കണം കേട്ടോ. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കണം, ബലി അർപ്പിക്കണം. ആ ബലിയാണ് കൾമിനേഷൻ. അവിടെയാണ് എല്ലാം അതിൻ്റെ പൂർത്തിയാവുന്നത് ബലിയിലാണ്. ഈശോയുമായിട്ട് നമ്മൾ ഒന്നായി തീർന്നു. അങ്ങനെ ഒന്നായി തീർന്ന ഈശോ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നമ്മുടെ മണവാളനായ ഈശോയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും ഔസപിതാവും വിശുദ്ധരൊക്കെയുള്ള ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ മാറും. അതിനുവേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യം അതാണ്, അർത്ഥം അതാണ്, പൂർണ്ണത അതാണ്. അത് എല്ലാവരെയും ഒരിക്കൽ കൂടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കേണ്ടത്
പ്രാർത്ഥിക്കുന്നു. അറിവില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് ഉണ്ടായിരുന്നില്ലാത്ത കുറച്ച് അറിവുകളാണ് നമുക്ക് വേണ്ടി ഇവർ പകർന്നു തന്നിരിക്കുന്നത്. ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരാഴ്ചത്തെ ക്ലാസ്, നമ്മൾ പ്രീ മാരേജ് കോഴ്സിന് പോയപ്പോൾ പോലും അന്ന് അറിവില്ലായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അറിവില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു ജീവിതാനുഭവം, ഇനി അങ്ങോട്ട് എങ്ങനെ നമുക്ക് തിരുത്താൻ ഇനി ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അതൊക്കെ പകർന്നു തന്ന് നല്ലൊരു ജീവിതം മുൻപോട്ട് ആശംസിക്കുന്ന രീതിയിൽ നമുക്ക് വേണ്ടി ഒരു നല്ല ക്ലാസ് എടുത്തു തന്ന ഡോക്ടർ രഞ്ജു സാറിനും സോനിയ മാഡത്തിനും ഒരുപാട് നന്ദി എൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്നവരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. കറക്റ്റ്. നമ്മുടെ ഇന്നത്തെ യങ് ഫാമിലികൾക്ക് ഇല്ലാതെ പോകുന്ന അത് കാരണം വേറൊന്നുമല്ല, നമ്മൾ കൺഫ്യൂസ്ഡാണ്. അതായത് പുതിയ ഒരു ജനറേഷൻ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കണോ, അതോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ആശ്രയിക്കണോ, അതോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ കാരണന്മാരിൽ ആശ്രയിക്കണം, ആരിലാണ് ആശ്രയിക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നമ്മൾ ഭൂരിഭാഗം പേര്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തത്. ഈ ക്ലാസ് എന്നതിനപ്പുറത്തേക്ക് നേരത്തെ നന്ദി പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഷെയറിങ്, ഒരു പേഴ്സണൽ ഷെയറിങ്. ഈ ബൈബിളും സഭയും ഒക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ സഭയിലുണ്ട് എന്നെങ്കിലും നമുക്ക് ബോധ്യപ്പെട്ടോ? എനിക്കത് ബോധ്യപ്പെട്ടു. വളരെ സന്തോഷത്തോടു കൂടെ അത് പറയാനുണ്ട്. നമ്മൾ അങ്ങനെ അല്ല എന്ന അർത്ഥത്തിലല്ല, പക്ഷെ നമുക്കും ഒരു പടിയും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. എല്ലാ ഫാമിലീസിനും ഒരു പടി കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് എന്നാണ് ഇവരുടെ ജീവിതത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുക. ഞാൻ ഇന്നലെ അരുണാച്ചനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അരുണാച്ചൻ ഇവർ രണ്ടുപേരെ നല്ല പരിചയം. അപ്പം അരുണാച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിലക്ഷ നല്ല സെലക്ഷനാണ്, അത് തമ്പുരാൻ കൊണ്ട് എത്തിച്ചതാണ്. സത്യത്തിൽ അതൊരു തമ്പുരാൻ കൊണ്ട് എത്തിച്ചത് തന്നെയാണ്. ഇവരെ എനിക്ക് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ദൈവം അതിനുള്ള റൂട്ട് തയ്യാറാക്കി കൃത്യം അവരിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് അവർക്ക് വേറൊരു വലിയൊരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത്, അപ്പം ഇവർ എൻ്റെ അടുത്ത് 2-3 സജഷൻസ് പറഞ്ഞു. ഇത് കഴിഞ്ഞ് വേറൊരു ദിവസത്തേക്ക് മാറ്റണോ അല്ലെങ്കിൽ വേറൊരു ദിവസം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ഡോക്ടറെ, ഞങ്ങളുടെ പ്രദേശം എന്നുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊരു കാര്യം അറേഞ്ച് ചെയ്യുന്നതാണ്. ഈ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പരിപാടി തന്നെ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ അവരുടെ അപ്പോയിൻമെൻറ്റ് മാറ്റി. കാരണം കൊച്ചിനെ ആശുപത്രി കൊണ്ടുവന്ന കാര്യമായിരുന്നു. അവരുടെ കൊച്ചിനെ വേറൊരു ഡോക്ടറെ എടുത്ത് സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് എടുത്ത് അവരെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവർ ആ അപ്പോയിൻമെൻറ്റ് മാറ്റി നമുക്ക് വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ അതൊരു ചെറിയ കാര്യമാണ്. വെറുതെ ഒരു കയ്യടിയിലൊന്നും ഒതുക്കേണ്ട നന്ദിയല്ല, ഹൃദയത്തിലെന്നും സൂക്ഷിക്കേണ്ടതും ബലിവേദിയിൽ ഓർക്കേണ്ടതുമായ നന്ദിയാണ്. എന്നാലും അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു നല്ല കയ്യടി നമുക്ക് മനസ്സ്